വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 6ാമത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ ഞാൻ എഡിറ്റിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. ആ ഒരു സമയത്ത് കിച്ചണിൽ എന്തോ സൗണ്ട് കേൾക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഉമ്മതാ ഇവിടെ കിച്ചൺ ആകെ അലങ്കോലമാക്കിയിട്ട് ഇവിടെ കിണ്ണത്തപ്പം റെഡിയാക്കുകയാണ് കേട്ടോ. കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിൽ, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ കിണ്ണത്തപ്പം ഉണ്ട്. എന്ത് അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, മിഞ്ഞാന്ന് മരിച്ചത് കൊണ്ട് തന്നെ അവളുടെ കാക്ക. അപ്പോൾ അവിടേക്ക് കൊടുക്കാനായിട്ടാണ് ഉമ്മ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ മരണ വീട്ടിലായതുകൊണ്ട് തന്നെ അവനൊന്നും ഇവിടെ വരില്ലല്ലോ. അനിയത്തിയുടെ ഹസ്ബൻഡും അനിയത്തിയൊന്നും നോമ്പ് തുറക്കാനായിട്ട് വരൂല. അപ്പോൾ അവർ മറ്റന്നാൾ തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഉമ്മ കിണ്ണത്തപ്പം റെഡിയാക്കുകയാണ്. അപ്പോൾ എന്നോട് ഉമ്മ പ്ലേറ്റൊക്കെ ഒന്ന് തോർത്തി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് തോർത്തി കൊടുക്കുകയാണ്. ഞാൻ ഈ കിണ്ണത്തപ്പത്തിൻ്റെ ഒരു ജോലിക്കും കൂടിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ വെറും പ്ലേറ്റ് തുടച്ചു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഉമ്മ ഇതിലോട്ട് പൊട്ടുകടലയൊക്കെ വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉമ്മ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ആവാനായിട്ട് വെക്കും. ഇതൊരു രാവിലെ ഒരു 10-11 മണിക്കൊക്കെയാണ് ഉമ്മ ഇത് റെഡിയാക്കുന്നത്. ആ ഒരു സമയത്തൊന്നും നമുക്കിപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ വലുതായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സൗണ്ട് ഇടാനൊക്കെ നിൽക്കും. ആ ഒരു സമയത്ത് കിച്ചണിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കലാപരിപാടി പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഞാനൊക്കെ ചെറുതുണ്ടാവുന്ന സമയത്തും ഉമ്മ ഇതുപോലത്തെ കിണ്ണത്തപ്പോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ കുറുക്കുന്ന സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചട്ടി കുട്ടികൾക്ക് ഇങ്ങനെ വടിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ഇവരെ കുട്ടികൾ ഇരുന്ന് ഇവിടെ വടിക്കുന്നുണ്ട്. പിന്നെ കിച്ചണൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല പണിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കിച്ചണൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. അത് നിങ്ങളൊന്നും കാര്യമാക്കണ്ട. ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടോ ഷിബു? ഷിയാനോ എടുത്ത കയ്യിലല്ല, വെളുത്ത കയ്യിൽ. അപ്പോൾ അതാ മുഴുവൻ കിണ്ണത്തപ്പവും ഉമ്മാക്ക് ഇവിടെ പ്ലേറ്റിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് അവിടെ കുറേ പേരുണ്ട് കേട്ടോ, മരണ വീടല്ലേ. അപ്പോൾ അവിടെ കുറേ പേരുണ്ട്. അപ്പോൾ ഒരു 4-5 പ്ലേറ്റ് അവർക്ക് തന്നെ കൊടുക്കാനായിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് നമുക്കും കൂടി ഉള്ളതും കൂടി ആയിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൈകുന്നേരം അസറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വരുന്നത്. ഞാനാണെങ്കിലും ഉമ്മയാണെങ്കിലും ബാക്കി നോമ്പിൻ്റെ പരിപാടി, നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ അസർ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സ്നാക്സിനുള്ള മസാലയൊക്കെ റെഡിയാക്കാന്ന് കരുതിയിട്ട് സവാള എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുള്ളത് ബീഫിൻ്റെ ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, പക്ഷെ ബീഫ് ഭയങ്കരമായിട്ട് ഐസായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് മാറ്റിയിട്ട് എഗ് ബോൾസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഗ് ബോൾസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സാധാരണ ആയിട്ട് ഉണ്ടാക്കുന്ന ഫില്ലിങ്സിലൊന്നും അങ്ങനെ തക്കാളി അധികം ചേർക്കാറില്ല. അപ്പോൾ ഇതിൽ ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു തക്കാളിയും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കൂടി ഇപ്പം തന്നെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. അപ്പം 3 മുട്ടയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 3 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഉമ്മ അപ്പുറത്തെ അടുപ്പിൽ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മസാല തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ.
അപ്പോൾ ആ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാനിപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദാ നമ്മൾ മുട്ട കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുട്ടയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ മസാലയിലോട്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ദാ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇത് ചെയ്യുമ്പോഴും. അപ്പോൾ ചിക്കനും മട്ടനും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഗ്ഗ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ബ്രെഡ് ബോൾസ് തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ടാണ് ഈ ഒരു ബോൾസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബ്രെഡ് കിട്ടുമല്ലോ, അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അതൊന്നും കിട്ടാനില്ല, ചെറിയ ബ്രെഡേ കിട്ടാറുള്ളൂ. പിന്നെ ബ്രെഡ് ക്രംസ് ഞാൻ റെഡിയാക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അതും കൂടെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക, എന്നിട്ട് വെള്ളം മൊത്തം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് ഒരു ബോൾ പോലെ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അതേ ഒരു നനവോടുകൂടി തന്നെ ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡിന്റെ അരികുവശം ഉണ്ടല്ലോ ബ്രൗൺ കളറിലുള്ളത്, അത് കളയുന്നത് നല്ലതാണ്. ഞാൻ പക്ഷെ കളഞ്ഞിട്ടൊന്നുമില്ല. കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബോളാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ കളഞ്ഞാൽ നല്ല രീതിയിൽ ബോളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് അത് ക്രംസ് ആക്കി എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ ജസ്റ്റ് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മുടെ കട്ട്ലറ്റിനെ പോലെയൊന്നും കുറേ ബ്രെഡ് ക്രംസ് വേസ്റ്റായി പോവൊന്നുമില്ല. അപ്പോൾ അതേ ബ്രെഡ് ക്രംസ് നമുക്ക് ബാക്കിയുള്ളത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ നനഞ്ഞ് പിടിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കായ്പോളയും കൂടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കായ്പോള. അപ്പോൾ അതുകൊണ്ട് കായ്പോളയും കൂടി തയ്യാറാക്കാനായിട്ട് പഴം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പം നമ്മൾ കായ്പോള തയ്യാറാക്കാനായിട്ട് ആദ്യം നെയ്യിലൊന്ന് കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയും കൂടി വറുത്തെടുക്കുകയാണ്. മുന്തിരി ഇത് കറുത്ത മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലോട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് പഴം ഉടഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. അപ്പം അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ 4
മുട്ട വെച്ചിട്ടാണ് കായ്പോള തയ്യാറാക്കുന്നത്. അപ്പോൾ 4 മുട്ട മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കാണിച്ചിട്ടില്ല ഞാൻ. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് റെസിപ്പി നമ്മൾ മുമ്പേ തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ താഴെ കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ വഴറ്റി എടുത്തിട്ടുള്ള ആ ഒരു പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചൊന്ന് കട്ടിയായി കഴിയുമ്പോഴാണ്. നമ്മളിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഡീമോൾഡ് ചെയ്ത് എടുക്കുമ്പം ഈ ഒരു അവസ്ഥയാണ് കേട്ടോ ആയിട്ടുള്ളത്. എന്താ വെച്ചാൽ എൻ്റെ പാനിൻ്റെ കുഴപ്പമാണ്, വേറെ ഇതിൻ്റെ കുഴപ്പമൊന്നുമല്ല, റെസിപ്പിയുടെ കുഴപ്പമൊന്നുമല്ല. പാൻ എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ പുതിയ പാനില്ല, കുറച്ച് പഴയ പാനാണ്. അപ്പോൾ അതിൽ രണ്ടിലും അടിയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിയിൽ ഒട്ടിപ്പിടിച്ചതാണ് ഇതിനുള്ള കാരണം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കുന്ന സമയത്ത്. പക്ഷേ എന്താ വെച്ചാൽ ഈ പാന് പുതിയത് എടുക്കാൻ തന്നെ നോക്കുക. പിന്നെ അത് ആ ഒരു പാൻ ഉണ്ടല്ലോ അപ്പുറത്ത് കാണുന്ന ബ്ലൂ പാൻ, അതിലാണ് നമ്മൾ അധികവും കായ്പോള ചെയ്യുക. അതിലുമ്മ വെറുതോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രൈ പാനിൽ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചു പോയി. അപ്പോൾ അതെന്തായാലും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ മറ്റേ സ്നാക്കിനുള്ള ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ജ്യൂസ് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് എടുക്കുന്ന സമയത്തും ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ അതാ നമ്മുടെ കായ്പോള എന്നൊന്നും പറയാൻ പറ്റൂല, കായ് ഇടിച്ചതെന്ന് പറയണം. ഇതിന് ഇതാ മറ്റേ പാനിലും പിടിച്ചിട്ടുണ്ട്. ഇത് പാനിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ നല്ല പുതിയ പാനിൽ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. സംഭവം അതാ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൊടിഞ്ഞു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല പാനിൽ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ 2 സ്നാക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എഗ് ബോൾസും കൂടി മാറ്റുകയാണ്. ഇതിൻ്റെ തന്നെ ചിക്കൻ വെച്ചിട്ടുള്ള വേർഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വേണമെന്നുള്ളവർ പോയി കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടൊക്കെ നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ കിണ്ണത്തപ്പം കൂടി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായ് ഇടിച്ചതും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഇത് റെസിപ്പിയുടെ കുഴപ്പമൊന്നും അല്ല കേട്ടോ, പാനിൻ്റെ കുഴപ്പമാണ്. അപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പ് തുറയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്നാക്സ് കഴിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം കേട്ടോ. പിന്നെ ആ ബ്രെഡ് ബോൾസ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം.
അപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചില്ല എന്നുള്ള വിഷമം കൂടി ഇനി വേണ്ട. അപ്പോൾ ഫ്രൂട്ട്സും കൂടെ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ ഇത്രയും ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.